വാത്തിക്കുടി പഞ്ചായത്തിലെ നിർധന കുടുംബത്തിന് കുടിവെള്ള കണക്ഷൻ നിഷേധിക്കുന്നതായി പരാതി. കുടുംബത്തിന് കുടിവെള്ള കണക്ഷൻ കൊടുക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടും ജലനിധി പദ്ധതിയുടെ നടത്തിപ്പുകാർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വാത്തിക്കുടി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലവാസിയായ കുളത്തിങ്കൽ ജോസിന്റെ കുടുംബമാണ് കുടിവെള്ള കണക്ഷൻ നിഷേധിച്ചതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഹൃദ്രോഗിയും ശ്വാസമുട്ടലുമുള്ള ജോസിന്റെ ഭാര്യ കൂലിപ്പണി ചെയ്താണ് വീട്ടുചിലവും ചികിത്സാ ചെലവും കണ്ടെത്തുന്നത്. വർഷങ്ങളായി ഇവർ വാടക വീട്ടിലാണ് കഴിയുന്നത്. കൂലിപ്പണിയുടെ വരുമാനത്താൽ വാടകയും മറ്റു ചിലവുകളും നടത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ലോണെടുത്തും നാട്ടുകാരുടെ സഹായങ്ങളും കൊണ്ടും 4 സെന്റ് പുരയിടം വാങ്ങുകയും ഒരു ചെറിയ ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ഈ പുരയിടം വാങ്ങുമ്പോഴുള്ള ജലനിധി പദ്ധതിയുടെ കണക്ഷൻ യാതൊരു കാരണവുമില്ലാതെ കട്ട് ചെയ്തു മാറ്റുകയും പുനർസ്ഥാപിച്ചു നൽകാൻ അധികൃതർ തയ്യാറാകുന്നുമില്ലെന്ന് വീട്ടുടമ പറയുന്നു. വാത്തിക്കുടി പഞ്ചായത്തിൽ 14-ാം വാർഡിൽ 6 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എൻ്റെ ഭർത്താവിന് 6 വർഷം മുമ്പേ അറ്റാക്ക് വന്നു, ശ്വാസം മുട്ടലുണ്ട്. ഞാൻ കൂലിപ്പണിക്ക് പോയാണ് എൻ്റെ വീട് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരുടെ സഹായം കൊണ്ടും പണിത് ലോണൊക്കെ എടുത്തും ഞാനൊരു 4 സെൻറ്റ് സ്ഥലം മേടിച്ചായിരുന്നു. അവിടെ ഞങ്ങൾ ആ സ്ഥലം മേടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വെള്ളത്തിൻ്റെ കണക്ഷൻ ഉള്ളതാണ്. അത് ബ്ലോക്കിൻ്റെ SC/ST ഫണ്ടിൽ നിന്നുള്ളൊരു കണക്ഷനായിരുന്നു. അത് പഴയ ബ്ലോക്ക് മെമ്പറാണ്. ഞങ്ങൾക്ക് ഈ സ്ഥലം മേടിച്ചപ്പം അത് ഞങ്ങളുടേതായ ഈ എഴുത്ത് കാര്യങ്ങളിലെല്ലാം ബ്ലോക്ക് മെമ്പറാണ് ഞങ്ങളെ സഹായിച്ച് ഒന്നാം സാക്ഷിയാക്കി എല്ലാം എഴുതി തന്നതെല്ലാം ഞങ്ങൾക്ക് അദ്ദേഹം ഈ വെള്ളവും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതായിരുന്നു. പക്ഷേ 2 വർഷം മുമ്പേ അത് ബ്ലോക്കിലേക്ക് അത് SC/STയുടെ ഫണ്ടിലേക്ക് ആക്കി അവരെടുത്തു എന്നും പറഞ്ഞ് ഞങ്ങളെ ഈ കണക്ഷനിൽ നിന്നത് ഒഴിവാക്കി. അപ്പോൾ ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അത് SC/STയുടെ ആയതുകൊണ്ട് തരാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഉള്ള കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് SC/STയെ കൂടാതെ കുറേയേറെ ജനറലായിട്ടുള്ള 30-35 ആൾക്കാർക്കും ഈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് താമസിക്കണമെങ്കിൽ വെള്ളമില്ലാതെ പറ്റുകയില്ല. ഈ ഷെഡ് പണിതെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ സഹായം കൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഈ ഷെഡ് പണിത്. ഈ വാടക 4000 രൂപയോളം കൊടുക്കണം. കറണ്ട് ബില്ല് എല്ലാം കൂടെ ആകുമ്പോൾ മാസം 5000 രൂപയോളം എനിക്ക് ചിലവ് വരുന്നുണ്ട്. അതൊക്കെ താങ്ങാനൊക്കെ ഒത്തിരി പാടാണ്. ഈ 2 മാസമായിട്ട് പണിയില്ല. ഒത്തിരിയേറെ കഷ്ടത്തിലാണ്. ലോണുകളും കുടുംബശ്രീ ലോണ് അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള ഒത്തിരി ലോണുകൾ, ആശുപത്രി കേസിൻ്റെ എല്ലാം ഉള്ളത് കൊണ്ടെല്ലാം ഒത്തിരി പാടായിട്ടാണ് എനിക്ക് വരുന്നത്. താങ്ങാവുന്നതിലപ്പുറം കടബാധ്യതകളുണ്ട്. അപ്പോൾ എങ്ങനെയാലും ഈ ഷെഡിനകത്തോട്ടൊന്ന് കയറി താമസിക്കുക എന്നോർത്താണ്. ഞങ്ങൾ ഷെഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു 5000 രൂപയോളം ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് മിച്ചം പിടിച്ച് ബാക്കി കാര്യങ്ങൾ നടത്താൻ പറ്റും. അത് ഇവർ ജീവൻ പോയ വെള്ളത്തില്ല. ഒരു കാരണമൊന്നും പറയുന്നില്ല. കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനായി കുടുംബം കളക്ടറെ സമീപിക്കുകയും കളക്ടർ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി പദ്ധതിയുടെ നടത്തിപ്പുകാരായ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കണ്ട് സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് കണക്ഷൻ കൊടുക്കണമെന്നും സെക്രട്ടറി കൊടുക്കാൻ സാധിക്കില്ലെന്നുമുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. ഞങ്ങൾക്ക് ജലനിധിയുടെ കണക്ഷൻ കിട്ടുന്നതിന്, വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ജലനിധിയുടെ പ്രസിഡന്റിനെ ചെന്ന് കാണും. പ്രസിഡന്റ് അത് സമ്മതിച്ച് ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ജലനിധിയുടെ സെക്രട്ടറിയെ ചെന്ന് കണ്ടു. സെക്രട്ടറി ഒരു കാരണവശാലും തരികയില്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ കളക്ടറെ അടുത്ത് പോയി. കളക്ടർ അവിടുന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓർഡർ ഇട്ടു ഇത് പരിഹരിച്ച് കൊടുക്കാനും പറഞ്ഞു. ആ സെക്രട്ടറി ഞങ്ങളെ നേരിട്ട് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നേരിട്ട് വിളിക്കാതെ ഈ ജലനിധിയുടെ പ്രസിഡന്റിന് പ്രശ്നം പരിഹരിച്ച് കൊടുക്കാനും പറഞ്ഞു വിട്ടു. അത് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. കാരണം ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഈ ബന്ധപ്പെട്ട അധികാരികൾ ഇതൊന്ന് വെള്ളം ഞങ്ങൾക്ക് കിട്ടണം. എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് ഈ നിർധന കുടുംബത്തിന്റെ ആവശ്യം.